ഹലോ, ഇന്ന് എനിക്ക് കുറച്ച് നെത്തോലി കിട്ടി. നെത്തോലിക്ക് കൊഴുവ എന്നൊക്കെ പറയാറുണ്ട്. നെത്തോലി നല്ലൊരു ടേസ്റ്റുള്ളൊരു മീനും കൂടിയാണല്ലോ. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് കറി വയ്ക്കാറുണ്ട്, പീര പറ്റിച്ച് വെക്കാറുണ്ട്. ഇത് നമ്മൾ പലതരത്തിലൊക്കെ ഇത് കറി വയ്ക്കാറുണ്ട്. ഇന്നൊരു വ്യത്യസ്തമായിട്ട് ഞാൻ ഇത് തോരനാണ് വെക്കുന്നത്. അപ്പം ഞാൻ അതിനായിട്ട് നമുക്ക് അരച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഞാൻ തേങ്ങ എടുത്ത് കൊടുത്തിട്ട് ഞാൻ 1 കപ്പോളം തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എരിവിനായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.25 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അത്യാവശ്യം കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ്, ഞാൻ അതുകൊണ്ടാണ് 1.25 സ്പൂൺ എടുത്തത്. അപ്പോൾ അതുകൂടെ അതിൽ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ പുളിയോ ഒന്നും അരയ്ക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്, അതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചൊന്നും അരച്ച് കളയരുത്, വെള്ളം ഒഴിക്കാതെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഉള്ളി കൂടെ ഇട്ട് കൊടുക്കുക. ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതിനായിട്ട് പുളിക്ക് വരെ എടുത്തിരിക്കുന്നത് മാങ്ങ, നല്ല പച്ച മാങ്ങ, നല്ല പുളിയുള്ള മാങ്ങയാണ്. ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ നെത്തോലി വെക്കാനുള്ള ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാങ്ങ അരിഞ്ഞിട്ട് കൊടുക്കാം. നല്ല പുളിയുള്ളതാണ്, അതുകൊണ്ട് ഞാൻ തേങ്ങയുടെ ഒപ്പം ഞാൻ പുളിയൊന്നും അരച്ചിട്ടില്ല. അപ്പോൾ അതിലെല്ലാം ഞാൻ അരിഞ്ഞ് അതിലോട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ചട്ടിയിൽ തന്നെ ഇത് കറി വയ്ക്കണം. ഇനി അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയാണ്, അതൊന്ന് രണ്ടായിട്ടൊക്കെ കീറി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാളയെക്കാട്ടി ചെറിയ ഉള്ളി തന്നെ എടുക്കണം, എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി അതിലേക്ക് 2 പച്ചമുളകും കൂടെ ഞാൻ അരിഞ്ഞത് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് എരിവുള്ള നമ്മുടെ തൊണ്ടമുളകാണത്. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടിൽ അതിലും ഒട്ടും നിങ്ങൾ വെള്ളം ഒഴിച്ച് കളയരുത്. വെള്ളം ഒഴിക്കാതെ വേണം നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ ഇങ്ങനെ നമ്മളൊന്ന് തോരത്തിന് എടുക്കില്ല, അതുപോലെ ഞാൻ ചാച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അമ്മിയിൽ വെച്ച് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടാണ് അത് ചെയ്തെടുത്തിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് ആ ചട്ടിയിലെ ആ കൂട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒട്ടും ഞാൻ പുളി ചേർത്തിട്ടില്ല, നിങ്ങൾ പുളി ചേർക്കേണ്ട ആവശ്യമില്ല മാങ്ങ ചേർക്കുന്നതാണെങ്കിൽ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ നഗടി കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്, അല്ലാതെ സ്പൂൺ വെച്ച് ചെയ്യരുത്. നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ ചെറിയ ഉള്ളിയും മാങ്ങയും മുളകും എല്ലാം നന്നായിട്ട് നമുക്കതൊന്ന് തിരുമിയെടുക്കാം. വെള്ളമൊന്നും ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെത്തോലിയില്ലേ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് തന്നെ കൈകൊണ്ട് തന്നെ വീണ്ടും നമുക്കൊന്ന് മീനൊന്നും പൊടിഞ്ഞു പോകാതെ പതുക്കെ നമുക്കൊന്ന് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ നിങ്ങൾ ചെയ്തെടുക്കണം. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ഇട്ടേക്കണേ. ഇപ്പോൾ നെത്തോലിയുടെയൊക്കെ സമയമാണ്, അത് കിട്ടുന്ന ആ സമയമാണ് ഇപ്പോൾ. അപ്പോൾ ഇതെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണം നമ്മളതൊന്ന് തട്ടിപ്പൊത്തിയൊക്കെ വെക്കണം. ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് എന്താണെന്നറിയാമോ? കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ആ മിക്സിയുടെ ജാറില്ലേ, ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്ത് 1/4 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പിലയാണ്. ഞാനിത് അടുപ്പിലൊന്നും വെച്ചിട്ടില്ല. ഇപ്പോൾ നമുക്കിതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പിലോട്ട് മാറ്റിയാൽ മതി. ഇനി ഞാൻ കുറച്ച് പച്ച ഉലുവയാണ്, നിങ്ങൾക്ക് വറുത്തതാണെങ്കിൽ കുഴപ്പമില്ല, ഞാനിവിടെ പച്ച ഉലുവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം നമ്മൾ കുറച്ച് ഒഴിച്ചല്ലോ, ഇനി നമുക്കത് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. മൂടി വെച്ച് ചെറിയ തീയിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ചെറിയ തീയിൽ വേണം നമ്മൾ വേവിക്കണം, അല്ലെങ്കിൽ നമുക്കത് അടിക്ക് പിടിക്കും. നമ്മുടെ മീൻ തോരൻ, നെത്തോലി തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റുള്ളതാണ്. കുറച്ച് പച്ചവെള്ളം ഒഴിച്ചതിന് കൂടെ നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതൊക്കെ ഒഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണെന്ന് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ. നമ്മുടെ മീൻ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. കണ്ടോ, നമുക്ക് മീൻ ഒട്ടും പൊടിഞ്ഞു പോകാതെ എല്ലാം ഒന്നൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാലും നിങ്ങളൊന്ന് ഷെയർ ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നു പോകരുത്. അതോടൊപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് കമൻറ്റ് ഇടുകയും വേണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ഇടും കേട്ടോ. താങ്ക് യു.